ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് ഭാഗം 4. ഒരു തരംഗം പോലെ. ഞാൻ അവിടെ നിന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു തരംഗം പോലെ എന്തോ ഒന്ന് എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ കണ്ണുകൾ തുറന്ന് ചുറ്റും നോക്കി. അത് എവിടെ നിന്ന് വന്നുവെന്ന് എനിക്കറിയില്ല. അത് വളരെ ശാന്തവും പതിയെ ഒരു ഇളങ്കാറ്റ് പോലെയുമായിരുന്നു. ഞാൻ ചർച്ചിന്റെ വർണ്ണക്കണ്ണാടിയുള്ള ജനലിലേക്ക് നോക്കി. പക്ഷേ അത് അടഞ്ഞു കിടക്കുകയായിരുന്നു. ആ ജനലുകൾ ഒരുപാട് ഉയരത്തിലായതിനാൽ അങ്ങനെയൊന്നും കടന്നു വരുവാൻ സാധ്യതയില്ല. എനിക്ക് അനുഭവപ്പെട്ട ഇളം കാറ്റ് ഒരു തരംഗം പോലെ അസാധാരണമായ ഒന്നായിരുന്നു. അത് എൻ്റെ ഒരു കൈയിലൂടെ കയറുകയും മറുകൈയിലൂടെ ഇറങ്ങുകയും ചെയ്യുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. എന്താണ് സംഭവിക്കുന്നത്? ഞാൻ ഇത് ആരോടെങ്കിലും പറയുവാൻ ധൈര്യപ്പെടുമോ? ആരോടെങ്കിലും പറഞ്ഞാൽ ഞാൻ സുബോധത്തിലല്ല എന്ന് അവർ കരുതും. 10 മിനിറ്റോളം ആ ഇളം കാറ്റ് എന്നിലേക്ക് വീശിക്കൊണ്ടിരുന്നു. അതിനുശേഷം ആരോ ഒരു ശുദ്ധമായ പുതപ്പ് എന്നെ പുതപ്പിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഒരു ഊഷ്മളതയുള്ള പുതപ്പ്. മിസ് കാതറിൻ ശുശ്രൂഷ തുടങ്ങി. ഞാൻ ആത്മനിറവിൽ നിൽക്കുന്നതിനാൽ അവിടെ നടക്കുന്നത് എന്താണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത വിധം കർത്താവ് എൻ്റെ അടുത്തുണ്ടായിരുന്നു. എനിക്ക് കർത്താവിനോട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആകെ കൂടെ എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞത് പ്രിയ യേശുവേ, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് മാത്രമായിരുന്നു. ഞാനത് വീണ്ടും പറഞ്ഞു, പ്രിയ യേശുവേ, എന്നോട് കരുണയുണ്ടാകണമേ. ഞാൻ ഒട്ടും യോഗ്യനല്ല എന്ന് എനിക്ക് തോന്നി. യെശയ്യാവ് കർത്തൃസന്നിധിയിൽ പ്രവേശിച്ചപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ രാജാവായ യഹോവയെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അതുപോലെ ജനങ്ങൾ ക്രിസ്തുവിനെ കണ്ടപ്പോഴും അവരുടെ അശുദ്ധിയെക്കുറിച്ചും അവർക്ക് ശുദ്ധീകരണത്തിന്റെ ആവശ്യമുണ്ടെന്നും മനസ്സിലാക്കിയതുപോലെ അതായിരുന്നു എനിക്കും സംഭവിച്ചത്. വലിപ്പമേറിയ ഒരു സ്പോട്ട് ലൈറ്റിന്റെ പ്രകാശരശ്മികൾ എന്നിലേക്ക് അടിക്കുന്നത് പോലെ എനിക്ക് തോന്നി. എനിക്ക് എൻ്റെ കുറവുകളും തെറ്റുകളും പാപങ്ങളും മാത്രമേ കാണുവാൻ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു, പ്രിയ യേശുവേ, എന്നോട് കരുണ തോന്നണമേ. അപ്പോൾ ഞാൻ ഒരു ശബ്ദം കേട്ടു. എനിക്ക് മനസ്സിലായി അത് കർത്താവാണ്. അതുവരെ ഞാൻ കേട്ടിട്ടില്ലാത്ത വളരെ സൗമ്യമായ ഒരു സ്വരമായിരുന്നു അത്. ഒരിക്കലും തെറ്റാത്ത ഒന്ന്. അവൻ എന്നോട് പറഞ്ഞു, എൻ്റെ ദയ സമൃദ്ധമായി നിന്റെ മേലുണ്ട്. എൻ്റെ പ്രാർത്ഥനാ ജീവിതം ഒരു ശരാശരി ക്രിസ്തീയ വിശ്വാസിയെപ്പോലെയായിരുന്നു. എന്നാൽ ഇപ്പോൾ കേവലം ഞാൻ മാത്രം കർത്താവിനോട് സംസാരിക്കുകയായിരുന്നില്ല, അവൻ എന്നോട് സംസാരിക്കുകയായിരുന്നു. ഓ, എന്ത് ഹൃദ്യമായ കൂട്ടായ്മയായിരുന്നു അത്! പിറ്റ്സ്ബർഗിലെ ഫസ്റ്റ് പ്രസ്ബിറ്റേറിയൻ ചർച്ചിലെ 3-ാം നിരയിൽ എനിക്ക് സംഭവിക്കുന്നത് ദൈവം ഭാവിയിലേക്ക് ആസൂത്രണം ചെയ്തതിൻ്റെ ഒരു ചെറിയ തുടക്കം മാത്രമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല. ആ വാക്കുകൾ എൻ്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. എൻ്റെ ദയ സമൃദ്ധമായി നിന്റെ മേലുണ്ട്. ഞാനിരുന്ന് തേങ്ങിക്കരയുകയാണ്. എനിക്ക് അനുഭവപ്പെട്ടതിനോട് താരതമ്യപ്പെടുത്തുവാൻ കഴിയുന്ന ഒന്നും തന്നെ എൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. ഞാൻ ആത്മാവിൽ നിറഞ്ഞതും രൂപാന്തരപ്പെട്ടതുമല്ലാതെ മറ്റൊന്നും പ്രാധാന്യമർഹിക്കുന്നില്ല. പിറ്റ്സ്ബർഗിൽ ഒരു ന്യൂക്ലിയർ ബോംബ് പതിച്ചാലും ലോകം മുഴുവൻ പൊട്ടിത്തെറിച്ചാലും എനിക്ക് പ്രശ്നമില്ലായിരുന്നു. ഫിലിപ്പിയർ 4:7 തിരുവചനം പറയുന്നത് പോലെ എനിക്ക് തോന്നി, എല്ലാവർക്കും സമാധാനം. മിസ് കുൾമാന്റെ മീറ്റിംഗിൽ നടന്ന അത്ഭുതങ്ങളെക്കുറിച്ച് ജിം എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ അടുത്ത 3 മണിക്കൂറിനുള്ളിൽ എന്താണ് കാണാൻ പോകുന്നത് എന്ന് എനിക്കൊരു ഊഹവും ഉണ്ടായിരുന്നില്ല. ചെവി കേൾക്കാത്തവർക്ക് പെട്ടെന്ന് കേൾവി ലഭിക്കുന്നു. ഒരു സ്ത്രീ വീൽചെയറിൽ നിന്ന് ചാടി എഴുന്നേൽക്കുന്നു. ട്യൂമറുകൾ, ആർത്രൈറ്റിസ്, തലവേദന, മറ്റു പലതിനും രോഗശാന്തി ലഭിച്ചതിൻ്റെയും മറ്റു സാക്ഷ്യങ്ങളും കേട്ടു. മിസ് കുൾമാന്റെ വിമർശകർ പോലും അവരുടെ മീറ്റിംഗിൽ നടന്ന യഥാർത്ഥ രോഗശാന്തി അംഗീകരിച്ചിട്ടുണ്ട്. ഈ ശുശ്രൂഷ വളരെ നീണ്ടതായിരുന്നു. പക്ഷേ അത് എനിക്ക് കുറച്ച് നിമിഷങ്ങൾ മാത്രമായാണ് അനുഭവപ്പെട്ടത്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ദൈവത്തിൻ്റെ ശക്തി എന്നെ ഇത്രയധികം സ്പർശിക്കുകയും
വികാരഭരിതനാക്കുകയും ചെയ്തിട്ടില്ല.